അതെ, ഇന്ന് എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ കേട്ടോ. ഇവിടെ തിരക്കാണോ? വർക്കിലാണോ? അല്ലല്ല. എടാ, നിന്റെ വിവാഹം നടന്നിട്ടില്ലല്ലോ. നിന്റെ ഭാവി വരനെ കുറിച്ചുള്ള നിന്റെ ഡിമാൻഡുകളൊക്കെ ഒന്ന് പറയാമോ? നമ്മള് ഗവൺമെന്റ് ജോലി വേണമെന്നുണ്ടോ? 2 നില വീട്, വണ്ടി അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലില്ല, എന്റെ ലൈഫിൽ അങ്ങനെയില്ല. കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോലിയാണെങ്കിൽ എന്റെ ലൈഫ് സെറ്റാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞവരുടെ അഭിപ്രായം അറിയാം. ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. മൈശ്രീ സെറ്റാണ്. ഒരുപാട് ഡിമാൻഡുകളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും മൈശ്രീ ലൈഫ് ഒക്കെ ഹാപ്പിയാണ്. അപ്പൊ ഡിമാൻഡ് ഒരു ഫാക്ടർ അല്ല. ചുരുക്കം പറഞ്ഞാല് ഡിമാൻഡ് ഒരു ഫാക്ടർ അല്ലെന്നാണ് ഇവിടെ നമ്മുടെ പിള്ളേര് പറയുന്നത്. അല്ലേ? അപ്പൊ പിന്നെ ആരാണ് ഈ ഡിമാൻഡുകളൊക്കെ പറയുന്നത്? ആരാണ് ആർക്കാണ് ഈ ഡിമാൻഡുകളൊക്കെ ശരിക്കും പറഞ്ഞാല്? പേരൻസ് തന്നെ ആയിരിക്കും മൈശ്രീ. Parents ആ? കാര്യം എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ മകനെ നല്ലൊരു ജോലിയുള്ള നല്ല ഗവൺമെന്റ് ജോലിയുള്ള ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹം കാണത്തില്ലേ? അതെ അതെ, എല്ലാവർക്കും അങ്ങനെ അതെ ആഗ്രഹങ്ങളുണ്ട്. ഉണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ കാര്യത്തിൽ പേരൻസിന് ഒരു പങ്കുണ്ട് കേട്ടോ, അല്ലേ? അപ്പൊ ഡിമാൻഡ് ഒരു ഫാക്ടറി അല്ല എന്നാണ് പറയുന്നത്. അല്ല, നമ്മളിപ്പോ ഡിമാൻഡ് ഒക്കെ നോക്കി കല്യാണം കഴിച്ചവരുടെ ലൈഫ് ഒക്കെ സേഫ് ആയിരുന്നോ? ന്യൂസ് ഒക്കെ കണ്ടിട്ടില്ലേ? സമൂഹത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ? ഇപ്പൊ കല്യാണം എന്ന് പറയുമ്പോഴേ ഡിമാൻഡുകൾ നോക്കുമ്പോ പേടിയാവുക. അതാണ്. അപ്പോ വിവാഹത്തിന് ഡിമാൻഡ് നോക്കുന്ന പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും ലൈഫ് സേഫ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് ഒന്ന് പറയാട്ടോ. പിന്നെ മാരേജിന് ഡിമാൻഡ് ഒരു ഫാക്ടർ ആണെങ്കിലും അല്ലെങ്കിലും നാട്ടുവിപണിയിലെ പെർഫെക്റ്റ് മാച്ച് ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ബയോയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകൂ.